നടരാജ് പരശുറാം തൃശ്ശൂരിൽ നിന്ന് കൂടി ചേരുന്നു. നടരാജ്, തൃശ്ശൂരിലെ മഴ ശമിച്ചോ? രാവിലെ വരാത്ത മഴയാണ് പെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ മഴയുടെ തോത് കുറഞ്ഞിട്ടുണ്ട്. നഗരത്തിലെ പല ഭാഗങ്ങളിലും വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടായി. പ്രത്യേകിച്ച് ശങ്കരയ്യ റോഡ്, MG റോഡ്, അതുപോലെ തന്നെ അശ്വിനി ജംഗ്ഷൻ സമീപമൊക്കെ തന്നെ വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടായി. നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. നിരവധി ആളുകളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പലരും വീട് വിട്ട് പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും കോർപ്പറേഷത്തിന് വലിയൊരു പരാതിയുമായി നാട്ടുകാരെ രംഗത്തെത്തിയിട്ടുണ്ട്. വെള്ളം കയറാൻ നോക്കുന്നതിൽ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് അനാസ്ഥയുണ്ടെന്ന് കോർപ്പറേഷനെതിരെ ആളുകളൊക്കെ പറയുകയുണ്ടായി. എന്നാൽ അങ്ങനെയല്ല എന്ന് മേയർ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായി. ചേലക്കര ഭാഗത്ത് മലവെള്ളപ്പാച്ചിലുണ്ടായെന്നാണ് മറ്റു ശ്രദ്ധേയമായ കാര്യം. പ്ലാഴി സംസ്ഥാന പാതയിലാണ് മലവെള്ളപ്പാച്ചിലുണ്ടായത്. അവിടെ റോഡ് ഗതാഗതം ഏതാണ്ട് താറുമാറായ സ്ഥിതിയായിരുന്നു. പിന്നീട് നാട്ടുകാരക്കത്തിന് ഇടപെട്ടാണ് പല ഭാഗങ്ങളിലും ഗതാഗത നിയന്ത്രണം ഏറ്റെടുത്തത്. ഇങ്ങനെ പല ഭാഗങ്ങളും, പ്രത്യേകിച്ച് കുന്നംകുളം, കൊടുങ്ങല്ലൂർ, ചാവക്കാട് തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ തന്നെ ശക്തമായ മഴ പെയ്യുമ്പോൾ പല സ്ഥലത്തും വീടുകളിൽ വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടാകുന്നു. പല സ്ഥലത്തും ഗതാഗത തടസ്സമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിരപ്പള്ളി, വാഴച്ചാൽ തുടങ്ങിയ മേഖലകളിൽ സഞ്ചാരികൾക്ക് വിലക്കുണ്ട്. അജയ്. നടരാജ്, തുടരുക. കനത്ത മഴയെ തുടർന്നാണ് വീടുകളിൽ വെള്ളക്കെട്ടുണ്ടായതെന്ന് തൃശൂർ മേയർ മുൻകരുതലുകൾ എടുത്തിരുന്നു. മഴയത്ത് ടാറിംഗ് നടത്തിയത് ഒറ്റപ്പെട്ട സംഭവമാണെന്നും ഒരാൾ മാത്രമാണ് ടാറിംഗ് നടത്തിയതെന്നും പറഞ്ഞ മേയർ MK വർഗീസ് റെഡ് അലേർട്ട് ഉണ്ടെന്ന് ജീവനക്കാരെ അറിയിച്ചിരുന്നെന്നും പറഞ്ഞു. നമുക്കറിയാം, ഈ കഴിഞ്ഞ ഇത്രയും കാലത്തിനുള്ളിൽ തൃശ്ശൂരിൽ വെള്ളം കയറിയ ചരിത്രമൊന്നും ഉണ്ടായിട്ടില്ല ഈ വർഷം. കാരണം എന്താ, സമയബന്ധിതമായി എല്ലാ കാനകളും എല്ലാ തോടുകളും നമ്മൾ അപ്പം തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. 3 കോടി രൂപയാണ് അതിന് ചെലവ് ചെയ്തേക്കുന്നത്. പിന്നെ ഇന്ന് നമ്മൾ കയറി എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്. കാരണം റെഡ് അലർട്ട് പറഞ്ഞാൽ അതിനകത്ത് എവിടെയെങ്കിലും വെള്ളം കയറാതിരിക്കാൻ പറ്റില്ല. കാരണം ഏറ്റവും താഴ്ന്ന പ്രദേശം ഇതാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ വെള്ളം കരുതൽ ഈ പറയുന്ന പോലെ തന്നെ തീവ്ര മഴ പെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? പ്രകൃതിയുടെ വികൃതിയാകുമ്പോൾ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ വരാൻ കാരണം. മറ്റൊരു സ്ഥലത്തും ഇതുപോലെ തീവ്രമായിട്ടില്ല. എന്നാൽ PWD റോഡുകളിലൊക്കെ വെള്ളമുണ്ട്. കാരണം എന്താണെന്നറിയാം, ഹൈവേയിൽ നിന്ന് വെള്ളം വരുന്നത് PWD റൂട്ടിലാണ്. ഇന്നലെ നല്ല വെയിലല്ലായിരുന്നു. അപ്പോൾ ഇന്നലെ വൈകുന്നേരം തന്നെ ഇവർ റെഡിയാക്കി നിർത്തി. പക്ഷെ ഇന്ന് കാലത്ത് റെഡ് അലർട്ടാണെന്ന് ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരും തന്നെ റെഡ് അലർട്ടിന്റെ ആ പ്രഖ്യാപനത്തിൽ റോഡ് പണി നടത്തണ്ടെന്ന് പറഞ്ഞു. ഏതോ ഒരുത്തൻ പണിക്കാരൻ വന്നിട്ട് കത്തിച്ചു. ഇതാണ് ഉണ്ടായിട്ടുള്ളൂ. ആരും ഒന്നും ചെയ്തിട്ടില്ല. നടരാജ് വീണ്ടും ചെയ്തു. നടരാജ്, എന്താണ് മേയർ പറയുന്നത്? ഇക്കാര്യത്തിൽ മേയർ പറയുന്നത് താൻ നേരത്തെ തന്നെ ഇത്തരത്തിൽ തടസ്സപ്പെടുത്തുന്ന വെള്ളക്കെട്ട് ഉണ്ടാവാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നതാണ്. 3 കോടിയിലധികം രൂപ പല സ്ഥലത്തും പ്രവർത്തനങ്ങളായി ചെലവഴിച്ചിട്ടുണ്ട്. ഇത് വലിയ മഴ ഉണ്ടായതാണ് പ്രധാനമായ വെള്ളക്കെട്ടുണ്ടാവാൻ കാരണമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷെ നാട്ടുകാരൊക്കെ തന്നെ രാവിലെ ഒന്നും നമ്മോട് സംസാരിക്കുമ്പോൾ പറയുന്നത് ഈ ഭാഗത്തെ വെള്ളക്കെട്ട് നിയന്ത്രിക്കുന്നതിൽ കാര്യമായ അലംഭാവം തൃശൂർ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നാണ്. പക്ഷെ മേയർ അത് തള്ളുന്നു. മേയർ ഇക്കാര്യത്തിൽ നേരെ നടപടി എടുത്തെന്നും ഇന്ന് പ്രശ്നമുണ്ടായ അശ്വിനി ജംഗ്ഷന് സമീപം നേരത്തെ തന്നെ ആ ഭാഗത്തെ കാനകളും മറ്റും ശരിയാക്കാനുള്ള പ്രപ്പോസൽ ഉണ്ടായതാണെന്നും ഇതിനായി പണം അനുവദിച്ചിട്ടുണ്ടെന്നും ഉടൻ തന്നെ നടപ്പിലാക്കുമെന്നും അദ്ദേഹം മീഡിയ വണ്ണോട് പറയുകയുണ്ടായി. എന്തായാലും വെള്ളക്കെട്ടിന്റെ കാര്യത്തിൽ ഇത്തരമൊരു വിശദീകരണം, ബലമില്ലാത്തൊരു വിശദീകരണം അദ്ദേഹം നൽകുന്നു. അതേസമയം മഴയത്ത് ടാറിംഗ് നടത്തിയ സംഭവം കോർപ്പറേഷന് ഏറെ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ്. ആ വിഷയത്തിൽ പ്രതികരണം തേടിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ്. നേരത്തെ എല്ലാവർക്കും ഇത്തരത്തിൽ ജോലി ചെയ്യണമെന്നും ടാറിംഗ് നടത്തണമെന്നും നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ റെഡ് അലർട്ട് സാഹചര്യത്തിൽ നിർത്തിവെക്കണമെന്ന് താൻ നിർദ്ദേശിക്കുന്നതാണ്. ഒരു വിഭാഗം ജീവനക്കാർ മാത്രമാണ് ഇത് പാലിക്കാനായി രംഗത്തെത്തിയതെന്നും അവർ ഉടൻ തന്നെ പിൻവാങ്ങി എന്നും അദ്ദേഹം പറയുന്നുണ്ട്. 2 വിഷയങ്ങളിലും തീരെ ബലമില്ലാത്ത ഒരു വിശദീകരണമാണ് കോർപ്പറേഷൻ മേയറിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ശരി നടരാജ്.